ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം മിക്കവാറും നിങ്ങൾ ആരും തന്നെ കേൾക്കാൻ യാതൊരു സാധ്യതയില്ല. അതിന്റെ കാര്യം നമ്മൾ ആരും ഇതിനെപ്പറ്റി ബോധേഡേ അല്ല. ഏകദേശം 400ഓളം മീറ്റർ നീളം, 20 to 25,000 കട്ടകൾ, അതിൽ ഒരു 1000 to 2000 കട്ടകളിൽ ഓരോ കട്ടയുടെ ഭാരം 120 to 200 ടൺ വരെ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള മറ്റുള്ള ഏൻഷ്യൻ സ്ട്രക്ചേഴ്സിലൊക്കെ കണ്ടുവരുന്നത് പോലെ ഓരോ കട്ടകളും ഇതുപോലെ യൂണിഫോം ആയിട്ടുള്ള കട്ടകളല്ല, മറിച്ച് ഓരോ കട്ടകളുടെ ഷേപ്പും അത് യുണീക്കാണ്. അതും നിങ്ങളിപ്പോ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു കട്ടയും മറ്റൊരു കട്ടയും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഒരു ബ്ലേഡ് പോലും നമുക്ക് കടത്തിവിടാൻ കഴിയില്ല. അത്ര അധികം പ്രിസൈസ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ പല വീഡിയോസിലൂടെ പറയുന്ന സെയിം നരേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിച്ചേക്കാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ നിൽക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ സീ ലെവലിൽ നിന്ന് 3701 മീറ്റേഴ്സ് ഹൈറ്റിലാണ് ഈ ഒരു സംഗതി നിൽക്കുന്നത്. അതും ഈ ഒരു സംഗതി പണി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ യാതൊരു രീതിയിലുള്ള സിമെന്റോ അല്ലെങ്കിൽ മോർട്ടാർ പോലത്തെ ഒരു സംഭവം ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു സ്ഥലം ഭൂമികുലുക്കത്തിന് വളരെയധികം പേര് കേട്ട ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും ഇത്ര അധികം വർഷങ്ങളായിട്ട് ഈ ഒരു സംഭവത്തിന് ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. ഇവിടെ ഓരോ കട്ടകളുടെ ഷേപ്പ് വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുമാതിരി 3D പസില് പോലെയാണ് ശരിക്കും നിങ്ങളിപ്പോ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ പണി തീർത്തിരിക്കുന്നത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു സംഗതിയുടെ പണി ആരംഭിച്ചത് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത്ര അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവം അവർ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ പണി തീർത്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും തന്നെ അറിയില്ല. അതിനെപ്പറ്റി കൃത്യമായ ഒരു ആർക്കിയോളജിക്കൽ റൈറ്റിംഗ് നമ്മുടെ കൈവശമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും, ഇത് 1000 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഇരുമ്പ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സംഗതി പണി തീർക്കുന്നതിന് വേണ്ടി അവർ ഇരുമ്പ് എന്നുള്ളൊരു സംഭവമേ ഉപയോഗിച്ചിട്ടില്ല. അതും 100ഉം 200ഉം ടണ്ണോളം ഭാരം വരുന്ന ഈ കട്ടകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറത്തെടുക്കുന്ന ഒരു ക്വാറിയിൽ നിന്നാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് ഒരു മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഈ കല്ലുകളെല്ലാം ഈ മലയുടെ മുകളിലേക്ക് ചുമന്ന് കൊണ്ട് എത്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതിനുവേണ്ടി ഇവർ പലതരത്തിലുള്ള കയറുകളും മരങ്ങളും റാം സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ആർക്കിയോളജിക്കൽ ഡാറ്റയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാടധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഇത് മാനുഷികമായിട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റുകളും സയന്റിസ്റ്റുമാരും ഒരു നമ്പർ കൊണ്ടുവരുന്നു. 20,000 to 30,000 പണിക്കാരാണ് ഈ ഒരു സംഗതി പണി തീർക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ ഒരുമിച്ച് പണി തീർത്ത ഒരു സംഭവമാണ് ഇത് എന്ന് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിക്കില്ല. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയൊരു കുഴപ്പം കിടക്കുന്നത്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് നോക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന കല്ലിന് എത്ര സൈഡുകൾ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഈ കല്ലിന് ചുറ്റുമുള്ള ബാക്കിയുള്ള കല്ലുകളെല്ലാം ഒരുമാതിരി വാർത്തെടുത്ത് വച്ചേക്കുന്നത് പോലെയാണ് ശരിക്കും ഇരിക്കുന്നത്. അതും നേരത്തെ പറഞ്ഞ പോലെ 2 കല്ലുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പിലേക്ക് സാധാരണ ഒരു ബ്ലേഡ് കടത്തിവിടാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറിപ്പോയില്ല. അത്ര അധികം ടൈറ്റ് ടോളറൻസിലാണ് ഇവർ പണി തീർത്തിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യത്തിനോടൊപ്പം ഇവിടെ കണ്ടുവരുന്ന കട്ടകൾക്ക് ഏകദേശം 100 to 200ഓളം ടൺ വരെ ഭാരം വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ അങ്ങനെ മാച്ച് ആവുന്നില്ല. സയൻസും ആർക്കിയോളജിയും പറയുന്ന ആ ഒരു കണക്ക് ശരിക്കും നമുക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല. 1980കളിൽ ഫാദർ ജോർജി ലിറ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഏകദേശം 14ഓളം വർഷങ്ങളായിട്ട് ചെടികളെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു. അതിലൂടെ ഇദ്ദേഹം ഒരു ഷ്രബിൽ നിന്ന് ഒരു തരത്തിലുള്ള ദ്രാവകം എക്സ്ട്രാക്ട് ചെയ്തെടുത്തായിരുന്നു. ഈ ഒരു സബ്സ്റ്റൻസും മറ്റുള്ള ചെടികളിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സും കൂടി മിക്സ് ചെയ്ത് ഇദ്ദേഹം എന്തോ തരത്തിലുള്ള ഒരു കെമിക്കൽ ഫോർമുലേറ്റ് ചെയ്തു. എന്നിട്ട് ആ ഒരു കെമിക്കൽ ഇതുപോലുള്ള ഗ്രാനൈറ്റ് പോലുള്ള സംഭവങ്ങളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ മൊമെന്ററിലി, അതായത് ഒരു ചെറിയ സമയത്തേക്ക് ആ ഗ്രാനൈറ്റ് സോഫ്റ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഗ്രാനൈറ്റുകളെ നമുക്ക് പല പല ഷേപ്പിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും. ഒരുമാതിരി ക്ലേ ഉപയോഗിച്ച് നമ്മൾ പലതരത്തിലുള്ള ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെയാണ് ശരിക്കും ഈ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കാം ഈ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയെടുത്തത് എന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. കാരണം ഇത്ര അധികം ഭാരമുള്ള കല്ലുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത്ര അധികം വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള കട്ടുകളും ജോയിന്റുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്രത്തിനും ആർക്കിയോളജിക്കും വേറൊരു എക്സ്പ്ലനേഷൻ കൂടിയുണ്ട്. ഈ കാണുന്ന കട്ടകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ലൈം സ്റ്റോൺ എന്ന് പറയുന്ന കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്. ഈ ലൈം സ്റ്റോണിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവർ കോബിൾ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കല്ല് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഹാമർ ഉപയോഗിച്ച് ഈ ലൈം സ്റ്റോണിന്റെ സർഫസിൽ ഇങ്ങനെ അടിച്ചടിച്ച് ഒരുപാടധികം ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ടാക്കും.
എന്നിട്ട് ഈ പൊട്ടൽ വീണിരിക്കുന്ന ലൈം സ്റ്റോൺസിനെ വളരെയധികം ചൂടാക്കുന്നു. അതിനുശേഷം തണുത്ത വെള്ളം ഈ ചൂടായിരിക്കുന്ന കട്ടയുടെ മുകളിലേക്ക് ഒഴിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു തെർമൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിന അവിടെ സംഭവിക്കുകയും ഈ ചെറിയ ഫ്രാക്ചർ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് വലിയൊരു കട്ടായിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ കട്ടകളെല്ലാം ഇവർ കട്ട് ചെയ്തത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടി വളരെയധികം മെറ്റിക്കുലസ്ലി ഇത് സാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ കട്ടകളും ഒരുപാട് സമയമെടുത്ത് അവർ സാൻഡ് ചെയ്ത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു ഷേപ്പുകളിലേക്ക് ഇങ്ങനെ തീർക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഒരൊറ്റ കട്ടയുടെ മാത്രമാണ്. ഇതിപ്പോൾ സാധാരണ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു കട്ടയാണ് ഇവർ ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കട്ട എന്ന് പറയുന്നതും ഒരു റെക്ടാങ്കിൾ ഷേപ്പ്, അതേ ഷേപ്പ് തന്നെയുള്ള ഒരു കട്ടയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കട്ടകളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസ് അങ്ങനെയല്ല. ഓരോ കട്ടകളുടെ ഷേപ്പും അത് വ്യത്യാസമുണ്ട്. ആ ഷേപ്പിന് വ്യത്യാസം വരുന്നത് ഈ കട്ടകളുടെ നെയ്ബറിങ് കട്ടയുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൃത്യം അളവിലാണ് ഈ കട്ടകളെല്ലാം ഷേപ്പ് ചെയ്തിരിക്കുന്നത്. എത്ര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണ് അത് എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ഈ കട്ടകളുടെ ഭാരം ഞാൻ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ 200ഓളം ടൺ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്തു തീർത്തത് എന്നതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇത് ഹ്യൂമൻലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് പോസിബിൾ ആണ്. അത് പല ആൾക്കാരും ഈ ഒരു സംഭവം തന്നെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരുപാടധികം ചോദ്യങ്ങൾ അവിടെ പിന്നെയും കിടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോ കട്ടകളും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആംഗിൾസിൽ ഒന്നല്ല ഇങ്ങനെ ഇരിക്കുന്നത്, അതിങ്ങനെ ഉരുണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ അവിടെ വരണമെങ്കിൽ അത് വേറെന്തെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും എന്നാണ് വേറൊരു കൂട്ടം ആൾക്കാർ ക്ലെയിം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കല്ലുകളെ നമുക്ക് സോഫ്റ്റ് ആക്കാൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ഈ കല്ലുകളെ നമുക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നത്. ഒരു വശത്തു നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതായത് നമ്മൾ ഒരുപാടധികം വർഷങ്ങൾ എടുത്ത് ചെയ്തതായിരിക്കാം. മറുവശത്തു നിന്ന് ആലോചിക്കുമ്പോൾ ഇത് ഒട്ടും തന്നെ പ്രാക്ടിക്കൽ അല്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു മലയുടെ മുകളിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതും 20 കിലോമീറ്ററോളം നിരക്കി ഈ കല്ലുകളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്ത്, അതും ഇങ്ങനെ ബ്ലേഡ് പോലും കയറാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുക എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫാദർ ജോർജ് ലിറ എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ലെയിം ചെയ്യുന്നത് പോലെ അത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സാമ്പിളോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും നമ്മുടെ കൈവശമില്ല. ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ശരിക്കും ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള തിയറീസ് ആണ് ഈ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റി വരുന്നത്. അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും ഉണ്ട്, അതല്ലാണ്ട് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തിയറീസും ഉണ്ട്. ഇതിപ്പോ ഏതാണ് ശരിയെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ജീൻ പിയർ പ്രോഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം എക്സ്പെരിമെന്റൽ ആർക്കിയോളജിയിലൂടെ ഈ ഒരു സംഭവം ഉണ്ടാക്കി തീർക്കാൻ കഴിയും എന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള കോബിൾ സ്റ്റോൺസ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വലിയ കല്ലുകളെല്ലാം അടിച്ചടിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഇദ്ദേഹം തെളിയിച്ചൊരു സംഭവമാണ്. അതും ഇദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിലൂടെ വളരെയധികം വേഗതയിൽ ഈ ഒരു സംഗതി ചെയ്തെടുക്കാൻ കഴിയും എന്നും ഇദ്ദേഹം പറഞ്ഞതാണ്. 1500കളിൽ സ്പെയിനിലുള്ള ആൾക്കാർ ഇൻക എന്ന് പറയുന്ന, അതായത് ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവർ ഈ ഒരു സംഭവം പണി തീർക്കുന്ന ആ ഒരു കാഴ്ച അവർ ശരിക്കും അവരെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അതിന്റെ ഒരുപാടധികം ഡോക്യുമെന്റേഷൻസ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പണി തീർക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കല്ലുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് 20 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ക്വറയിൽ നിന്നാണ്. അപ്പോൾ ആ ക്വറയിൽ പോയി നോക്കുമ്പോഴും ഇതേപോലുള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് ഉപയോഗിക്കാത്ത കട്ടകൾ അവർ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ സംശയങ്ങളൊന്നുമില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതുപോലെ തന്നെയുള്ള ഒരുപാടധികം എക്സ്പ്ലനേഷനുകളും ഒരുപാടധികം നറേറ്റീവുകളും ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ പിരമിഡിന്റെ ഒക്കെ ഉണ്ട്. എന്തൊക്കെ തന്നെ പറയുകയാണെങ്കിലും അതിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെയധികം ഇമ്പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാടധികം കൺസ്ട്രക്ഷൻ രീതികളാണ് ശരിക്കും നമുക്ക് പിരമിഡിൽ കാണാൻ കഴിയുന്നത്. അതേ കേസ് തന്നെയാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവത്തെ പറ്റി ഞാൻ ഒരുപാടധികം വർഷങ്ങൾക്ക് മുന്നേ കേട്ടു തുടങ്ങിയതാണ്. പക്ഷെ അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടാത്തത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് സാധാരണ ഒരു ചിസിലും ഹാമറും കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു സംഭവം മാത്രമാണോ, അതോ ഇത് വേറെന്തെങ്കിലും നമ്മൾക്കറിയാൻ പാടില്ലാത്ത വേറെന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണോ?
മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.